പാലക്കാട് വൻ കുഴൽപ്പണവേട്ട. ഹൈദരാബാദിൽ നിന്നും കേരളത്തിലേക്ക് കടത്തിയ 1.5 കോടിയിലേറെ രൂപ RPF പിടികൂടി. കേസിൽ ഹൈദരാബാദ് സ്വദേശികളായ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ശബരി എക്സ്പ്രസിൽ രേഖകളില്ലാതെ കടത്തിയ 1,64,50,000 രൂപയാണ് RPF പിടികൂടിയത്. സംഭവത്തിൽ ഹൈദരാബാദ് സ്വദേശികളായ രാഘവേന്ദ്ര, അഹമ്മദ് എന്നിവരെ RPF ക്രൈം ഇന്റലിജൻസ് കസ്റ്റഡിയിലെടുത്തു. ആന്ധ്ര ഗുണ്ടൂരിൽ നിന്നും ഷൊർണൂരിലേക്കാണ് ഇവർ ടിക്കറ്റ് എടുത്തിരുന്നത്. 4 ബാഗുകളിലായാണ് പണം കടത്തിയത്. സ്വർണം വാങ്ങാനാണ് കേരളത്തിലെത്തിയതെന്ന് ഇവർ മൊഴി നൽകിയതായി RPF പറഞ്ഞു. RPFിന്റെ ഇന്റലിജൻസ് വിഭാഗം സാധാരണ നടത്തുന്ന പരിശോധനയിൽ ശബരി എക്സ്പ്രസിൽ നിന്നും ഇന്നേ ദിവസം 2 പേര്, ആന്ധ്ര സ്വദേശികളായ 2 പേര്, അതിന് രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന 1,64,00,000 രൂപ നമ്മൾ കണ്ടെത്തുകയും രേഖകളില്ലാത്തതിനാൽ ആ തുക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറുകയും ചെയ്തു. ആന്ധ്രാപ്രദേശ് സ്വദേശികളാണ്. അവർ ഗുഡൂരിൽ നിന്ന് ട്രെയിനിൽ കയറുകയും സ്വർണം വാങ്ങാനാണ് ഈ പൈസ കൊണ്ടുവരികയെന്ന് നമ്മൾ അന്വേഷണത്തിൽ അറിഞ്ഞത്. പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. എവിടെ നിന്നാണ് സ്വർണം വാങ്ങുന്നത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ വ്യക്തമായിട്ടില്ല. ഇവർ മുൻപും പണം കടത്തിയിട്ടുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. പ്രതികളെയും പിടിച്ചെടുത്ത പണവും തുടർ നടപടികൾക്കായി ഇൻകം ടാക്സ് വിഭാഗത്തിന് കൈമാറി. ന്യൂസ് 18 പാലക്കാട്. മലപ്പുറം വള്ളുവമ്പറത്ത് ചെങ്കൽ ക്വാറിയിൽ വീണ് സഹോദരന്മാരുടെ മക്കൾ മുങ്ങി മരിച്ചു. മാണിപ്പറമ്പ് ചെമ്പേക്കാട് രാജന്റെ മകൾ 15-കാരിയായ അർച്ചന, രാജന്റെ സഹോദരൻ വിനോദിന്റെ മകൻ 4 വയസ്സുകാരനായ ആദിദേവ് എന്നിവരാണ് മരിച്ചത്. ഇക്കാണുന്ന ചെറിയ വെള്ളക്കെട്ടാണ് 2 കുഞ്ഞുങ്ങളുടെ ജീവനെടുത്തത്. കണ്ടാൽ വലിയ വ്യാപ്തിയൊന്നുമില്ലെങ്കിലും 2 ആൾ താഴ്ചയുണ്ട് ഇവിടെ. ചെങ്കൽ ക്വാറിയുടെ തൊട്ടടുത്താണ് ഇവരുടെ വീട്. പ്രവൃത്തി നിർത്തിവെച്ച ചെങ്കൽ ക്വാറിക്കടുത്ത് മൊബൈൽ ഫോണിൽ പടമെടുക്കാനാണ് കുട്ടികൾ വന്നത്. വെള്ളത്തിൽ വീണ ആദിദേവിനെ രക്ഷിക്കാൻ അർച്ചന വെള്ളത്തിലിറങ്ങിയെന്നാണ് കരുതുന്നത്. ഏറെ നേരം കഴിഞ്ഞ് കുട്ടികളെ കാണാതെ തെരഞ്ഞപ്പോഴാണ് വെള്ളക്കെട്ടിനടുത്ത് ചെരുപ്പുകൾ കണ്ടത്. കുട്ടികളെ വെള്ളക്കെട്ടിൽ നിന്നും പുറത്തെടുത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ വന്ന് ചെരുപ്പ് കാണുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ താഴെ ഇറങ്ങി ചാടി നോക്കും, മക്കൾ താഴെയുണ്ട്, വെള്ളത്തിൽ താഴെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ കോളേജിൽ പോയി, മരിച്ചു. വേനൽക്കാലത്ത് ജലക്ഷാമമുള്ള പ്രദേശമാണിത്. കല്ലുവെട്ടിനിടയിൽ വെള്ളം കണ്ടതോടെ അത് ഉപയോഗിക്കാൻ വേണ്ടി കെട്ടി നിർത്തുകയായിരുന്നു. വെള്ളത്തിന് വേനലായാൽ വണ്ടിക്കൊക്കെ വെള്ളം അടിച്ചിരുന്ന ഏരിയ, അങ്ങനെ പൊതു ഇത് കണ്ടപ്പോൾ അത് നിർത്തിയതായിരിക്കും. കാരണം എല്ലാവർക്കും നാട്ടുകാർക്ക് ഒരു ഉപകാരം എന്നുള്ള നിലക്ക് നിർത്തിയതായിരിക്കും. അല്ല ഇതിൽ ഇതാരും സംഭവിക്കുന്ന ആരും ഉദ്ദേശിക്കണില്ലല്ലോ. വണ്ടൂരിൽ താമസിക്കുന്ന അർച്ചന ഇവിടേക്ക് കഴിഞ്ഞ ദിവസമാണ് വന്നത്. കുരുന്നുകളുടെ മരണം നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് വടകരയിൽ 90-കാരിക്ക് ദുരിത ജീവിതം. ഇരിങ്ങൽ കോട്ടയ്ക്കലിലെ ഉതിരുമ്മൽ നാരായണിയാണ് ഏത് സമയവും തകർന്നു വീഴാറായ വീട്ടിൽ വെള്ളവും വെളിച്ചവും സഹായത്തിന് ആളുമില്ലാതെ കഴിയുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ഈ വൃത്തിയുടെ സഹായത്തിന് എത്തണമെന്നാണ് ആവശ്യം. ഇത് വടകര ഇരിങ്ങൽ കോട്ടയ്ക്കലിലെ ഉതിരുമ്മൽ നാരായണി. ഭർത്താവും മക്കളുമില്ല. 90 വയസ്സായ ഇവർ ജീവിക്കുന്നത് ഏറെ പരിതാപകരമായ സാഹചര്യത്തിലാണ്. ഏത് സമയവും വീഴാറായ ദ്രവിച്ച വീട്, ശുചിമുറിയില്ല, വെള്ളവും വെളിച്ചവുമില്ല, കൃത്യമായി മസ്റ്ററിംഗ് നടക്കാത്തതുകൊണ്ട് പെൻഷനുമില്ല. അയൽവാസികൾ ഭക്ഷണം നൽകുന്നതുകൊണ്ട് മാത്രമാണ് ജീവൻ നിലനിർത്തുന്നത്. ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് യഥാസമയം വൃത്തിയാക്കാതെ പുഴുവും കൂത്താടിയും നിറഞ്ഞിരിക്കുന്നു. നാരായണിയെ സംരക്ഷിക്കാൻ ആരെങ്കിലും തയ്യാറാവണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവരെ ഈ വീടൊക്കെ കംപ്ലീറ്റ് പൊട്ടിയിട്ടാണുള്ളത്. അടച്ചുറപ്പില്ലാത്ത ഇതിലാണ് ഇവർ കിടക്കുന്നത്. ഇതിൻ്റെ അത് വെളിച്ചം പോലും ഇല്ല സത്യത്തിൽ. അത് എങ്ങനെയാണെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. നാരായണിക്ക് നടക്കാൻ പ്രയാസമുണ്ട്. ഇവർ ഉറങ്ങുന്ന സ്ഥലം പോലും ഏറെ വൃത്തിഹീനമാണ്. അടുത്തിടെ കൗൺസിലർ ഇടപെട്ട് വീടിന് വാതിൽ നിർമ്മിച്ചിരുന്നു. വൃത്തിക്ക് മതിയായ സംരക്ഷണം നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 വടകര. കാസർഗോഡ് നീലേശ്വരം അഴിത്തലയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പ്രഖ്യാപിച്ച ടൂറിസം പദ്ധതികളൊന്നും നടപ്പായില്ല. നീലേശ്വരം നഗരസഭയിൽ ആരംഭിക്കാനിരുന്ന സംസ്ഥാനത്തെ ആദ്യ അഗ്ര അക്വ ടൂറിസം പദ്ധതിയും കടലാസിലൊതുങ്ങി.
വിശാലമായി വ്യാപിച്ചു കിടക്കുന്ന തീരപ്രദേശവും കാറ്റാടി മരങ്ങളും പുലിമുട്ടുമാണ് അഴിത്തലയെ ആകർഷകമാക്കുന്നത്. കടലും പുഴയും ഒത്തുചേരുന്നുവെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. പ്രദേശം ടൂറിസം പദ്ധതികൾക്ക് അനുയോജ്യമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നിരവധി പദ്ധതികളാണ് ആവിഷ്കരിക്കപ്പെട്ടത്. പക്ഷേ എല്ലാം പ്രാരംഭ നടപടികളിൽ മാത്രം ഒതുങ്ങി. ഇപ്പോൾ നിലവിൽ 5 കോടി രൂപ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി അടിസ്ഥാന സൗകര്യം ഒരുക്കും എന്ന് പറഞ്ഞതല്ലാതെ നിലവിൽ അഴിത്തല എന്ന പ്രദേശത്തെ അവഗണനയുടെ വക്കിലാണുള്ളത്. അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ട നഗരസഭ കഴിഞ്ഞ 5 വർഷമായി റോഡുകളും കൺഫർട്ടേഷനും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ അഴിത്തലയോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. 2016 നീലേശ്വരം നഗരസഭ പദ്ധതി നടപടികൾക്ക് തുടക്കമിട്ടെങ്കിലും മുന്നോട്ടു പോയില്ല. ചിൽഡ്രൻസ് പാർക്ക്, ജങ്കാർ സർവീസ്, ആർട്ടിഫിഷ്യൽ പോണ്ട്, അക്വാപോണ്ടിക്സ്, ഗാർഡൻ ഹാർച്ചറി, സൺസെറ്റ് വ്യൂ എന്നിവയാണ് ഇവിടെ ആസൂത്രണം ചെയ്തത്. 18 ഏക്കർ ഭൂമി ഇതിനായി ഏറ്റെടുക്കാനും തീരുമാനിച്ചിരുന്നു. പ്രദേശവാസികളുടെ പങ്കാളിത്തത്തോടെ മത്സ്യ കാർഷിക മേഖലകളിൽ ഊന്നൽ നൽകിയുള്ള പരിസ്ഥിതി സൗഹാർദ്ദ പദ്ധതിയാണ് വിഭാവനം ചെയ്തത്. സർക്കാരിന്റെയും വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സഹായത്തോടെ നടപ്പാക്കാനായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇതിനാവശ്യമായ തുക നീക്കിവെക്കാൻ സർക്കാർ തയ്യാറായില്ല. ഇതോടെയാണ് പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അഴിത്തല വികസനത്തിനായി കാസർഗോഡ് പാക്കേജിൽ 4.85 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നാട്ടുകാരുടെ അവസാന പ്രതീക്ഷ. ന്യൂസ് 18 നീലേശ്വരം. കർഷക സമരത്തിന് പിന്തുണ നൽകി മലപ്പുറത്ത് SYS കാർഷിക ചന്ത സംഘടിപ്പിച്ചു. SYSന്റെ വിവിധ സോണുകളിൽ നിന്നുള്ള പ്രവർത്തകർ കൃഷി ചെയ്ത വിളകൾക്ക് ഒപ്പം മറ്റു പച്ചക്കറികളും അടുക്കളയിലേക്ക് വേണ്ട ഉപകരണങ്ങളും ചുരുങ്ങിയ വിലയിൽ ഇവിടെ ലഭ്യമായിരുന്നു. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതിനൊപ്പം വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക, പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇതിനൊപ്പം ഉണ്ടായിരുന്നു. പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ മത്സ്യം, മൺപാത്രങ്ങൾ, നാടൻ കോഴികൾ, പഠനോപകരണങ്ങൾ, പുസ്തകങ്ങൾ തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിരുന്നു. കാർഷിക ചന്തയുടെ ഉദ്ഘാടനം SYS സംസ്ഥാന ഉപാധ്യക്ഷൻ NM സ്വാതി സഖാഫി നിർവഹിച്ചു. സമസ്ത ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം ബാക്കവി മേൽമുറി അധ്യക്ഷനായിരുന്നു. കാസർഗോഡ് കള്ളാറിൽ അധ്യാപിക കുഴഞ്ഞു വീണു മരിച്ചു. കള്ളാർ അടോട്ടുകയ ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂൾ അധ്യാപിക ചുള്ളിയോടി സ്വദേശിനി C മാധവിയാണ് മരിച്ചത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ക്ലാസ് നിർത്തിയ അധ്യാപിക കുഴഞ്ഞു വീഴുകയായിരുന്നു. ബന്ധുവെത്തി മാധവിയെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെ മരണം സംഭവിച്ചു. ആലപ്പുഴ ചേർത്തല തെക്ക് പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ 1 കോടി രൂപയോളം ചെലവഴിച്ചു നിർമ്മിച്ച സർക്കാർ കെട്ടിടങ്ങൾ നോക്കുകുത്തി. ആയുർവേദ സബ് സെന്റർ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ കാര്യാലയം, വായനശാല കെട്ടിടം എന്നിവയാണ് നിർമ്മാണം പൂർത്തിയാക്കി 6 വർഷമായിട്ടും ഉപയോഗിക്കാതെ നശിക്കുന്നത്. വൈദ്യുതി കണക്ഷൻ അടക്കമുള്ള സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ ലഹരി മാഫിയയുടെ കേന്ദ്രമായി. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് സഹായമെന്ന പ്രഖ്യാപനത്തോടെ UDF സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ പദ്ധതികളാണിവ. ചേർത്തല തീരദേശത്തുള്ള ജനങ്ങൾക്ക് അരീപ്പറമ്പിലുള്ള ആയുർവേദ ആശുപത്രിയിലേക്ക് എത്തണമെങ്കിൽ കുറഞ്ഞത് 180 രൂപയെങ്കിലും ഓട്ടോക്കൂലി നൽകണം. അല്ലെങ്കിൽ 2 ബസ്സിൽ കയറി പോകണം. വൃദ്ധജനങ്ങളെ സഹായിക്കാനെന്ന പേരിൽ ആരംഭിച്ച 3-ാം വാർഡിലെ ആയുർവേദ സബ് സെന്റർ ഉദ്ഘാടന ശേഷം 1 ദിവസം പോലും പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോൾ ലഹരി മാഫിയയുടെ കേന്ദ്രമാണ് ഈ കെട്ടിടം. ജീവനക്കാരില്ല എന്ന കാരണം പറഞ്ഞാണ് കെട്ടിടം അനാഥമാക്കിയിട്ടിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസുമുണ്ട്. കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് പോലും ജനസേവനത്തിനായി ആരും ഇവിടെ എത്താറില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് കിലോമീറ്ററുകൾ അകലെ പഞ്ചായത്ത് ഓഫീസിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരെല്ലാം. ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ്. ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ടോമി ആലശ്ശേരി ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്താണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പക്ഷെ അതേ തുടർന്നിട്ട് ഒരു പ്രവർത്തനത്തിൻ്റെ 1 ഇഞ്ച് പോലും മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ഖേദകരമാണ്. ഇപ്പോൾ വളരെ ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് എന്താ പറയുക, ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിട്ട് ഇത് മാറിയിരിക്കുക. ലഹരി പദാർത്ഥങ്ങൾ അവിടെ ഉള്ളത് ജനങ്ങൾക്ക് ഒരു ശാപമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കെട്ടിടം എന്ന് പറയുന്നത് അത് ഉണ്ടാക്കിയിട്ട് പിന്നെ തുറന്നിട്ട് പോലുമില്ല. ഇത് ഇങ്ങനെ ഈ 1 കോടി രൂപ ഈ ഖജനാവിൽ നിന്ന് മുടക്കിയിട്ട്
ഇത്രയും അവസ്ഥ ദയനീയ അവസ്ഥയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് അത് ജനങ്ങളോട് ചെയ്യുന്ന ഈ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു വെല്ലുവിളിയാണ്. 25 ലക്ഷം രൂപ മുടക്കിയെന്ന രേഖകളിൽ പറയുന്ന ഒരു വായനശാല കെട്ടിടവും തൊട്ടടുത്തുണ്ട്. യഥാർത്ഥത്തിൽ 5 ലക്ഷം പോലും ചെലവായിട്ടുണ്ടാകില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. 6 വർഷം കഴിഞ്ഞിട്ടും വായനശാല പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. തടസ്സം എന്ന് പറയുമ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥരുടെ പോരായ്മ, അവരെ ഉൾപ്പെടുത്താനുള്ള അവരുടെ അവിടെ ഇവിടെ ഒരേ സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥരില്ല എന്നാണ് നമ്മുടെ ആയുർവേദ ഡോക്ടർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഒരു സേവനം ഇവിടെ വേണം എന്ന തരത്തിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ട നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള കെട്ടിട നിർമ്മാണത്തിൽ കരാറുകാർ ലാഭം കൊയ്തതല്ലാതെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 ആലപ്പുഴ. മലപ്പുറം അരീക്കോട് ബസ്സിൽ മോഷണം നടത്തിയ നാടോടി സ്ത്രീകൾ അറസ്റ്റിൽ. തമിഴ്നാട് മധുര സ്വദേശികളായ പൊന്നി, ദേവി എന്നിവരാണ് അരീക്കോട് പോലീസിന്റെ പിടിയിലായത്. ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടിയുടെ കാലിൽ ധരിച്ച പാദസരം മോഷ്ടിച്ചുവെന്നാണ് പരാതി. പാലക്കാട് തമ്പടിച്ച ഇവർ മോഷണത്തിനായി ബസ്സുകളിൽ കറങ്ങുകയാണ് പതിവെന്നും പോലീസ് പറഞ്ഞു. എന്നാൽ പാദസരം കണ്ടെത്താനായിട്ടില്ല. പോലീസ് ഇവരെ ചോദ്യം ചെയ്യുകയാണ്. സംസ്ഥാനത്തെ ആദ്യ KSRTC വനിതാ ഡ്രൈവർ കൊട്ടാരക്കരയിൽ താരമാകുന്നു. കോതമംഗലം സ്വദേശിനി VP ഷീല KSRTCയിലെ ഏക വനിതാ ഡ്രൈവറാണ്. ഡ്രൈവിംഗ് സ്കൂളിലെ പഠനം കഴിഞ്ഞ് ലൈസൻസ് നേടിക്കഴിഞ്ഞ സമയത്താണ് ഷീലയ്ക്ക് KSRTC ഡ്രൈവർ തസ്തികയിലേക്ക് PSC വിജ്ഞാപനം വന്നത്. 2013 ജോലിയിൽ പ്രവേശിച്ചു. മൂന്നാർ എറണാകുളം ബസ്സിലായിരുന്നു ആദ്യ ഓട്ടം. ചേച്ചിക്ക് ഇഷ്ടമോ എങ്ങനെയാണ് അതുപോലെ ഓടിച്ചാൽ മതി, സൂപ്പർ ഫാസ്റ്റ് ആണെന്ന് വിചാരിച്ച് ചേച്ചി പേടിച്ച് ഓടിക്കൊന്നും വേണ്ട എന്ന് ഭയങ്കരമായിട്ട് പിന്തുണ ചെയ്തത് സിജോ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടക്ടറായിരുന്നു. ഇപ്പം ഇവിടെ വന്നപ്പോൾ സൂപ്പർ ഫാസ്റ്റിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു കണ്ടക്ടർ, ആ കൊച്ചും നല്ല സഹകരണമായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ ഷീലയ്ക്ക് വാഹനങ്ങളോട് വലിയ ഹരമായിരുന്നു. അങ്ങനെയാണ് ഡ്രൈവിംഗിൽ കമ്പം തോന്നിയത്. ചെറുത് മുതൽ ഡ്രൈവിങ്ങിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പിന്നെ എൻ്റെ 2 ആങ്ങളമാർ ഡ്രൈവർമാരായിരുന്നു. അവരുടെ എല്ലാവരും പിന്തുണയും കൊണ്ടും ഞാനിങ്ങനെ ഡ്രൈവിങ്ങിലേക്ക് തിരിഞ്ഞു. കൊട്ടാരക്കരയിൽ ജോലിയിൽ പ്രവേശിച്ച ശേഷമുള്ള ഗുരുവായൂർ ട്രിപ്പിൽ സൂപ്പർ ഫാസ്റ്റിനെ മറികടക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗവുമായി. PSC വഴി KSRTCയിൽ ആദ്യ വനിതാ ഡ്രൈവർ എന്ന ബഹുമതി ഷീല സ്വന്തമാക്കുമ്പോൾ സഹപ്രവർത്തകരുടെ കരുതലും സ്നേഹവും വാത്സല്യവുമെല്ലാം മുന്നോട്ടുള്ള യാത്രയിൽ കരുത്തുകയാണ്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. സ്കൂൾ തുറക്കാൻ ഒരുക്കം. ക്ലാസുകൾ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് പല സ്കൂളുകളിലെയും ബസ്സുകൾ ഇപ്പോഴും കട്ടപ്പുറത്താണ്. ലക്ഷങ്ങൾ വേണ്ടിവരുമെന്നതിനാൽ ബസ്സുകളുടെ അറ്റകുറ്റപ്പണി നടത്താൻ സ്കൂൾ മാനേജ്മെന്റുകൾക്ക് സാധിക്കുന്നില്ല. യാത്രാ സൗകര്യം നൽകാനാവില്ലെന്നും കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കണമെന്നുമാണ് രക്ഷിതാക്കൾക്ക് സ്കൂൾ അധികൃതർ നൽകുന്ന നിർദ്ദേശം. കീറിപ്പറഞ്ഞ സീറ്റുകൾ, തുരുമ്പെടുത്ത ബോഡി, ഇതൊക്കെയാണ് സ്കൂൾ ബസ്സുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ. 11 ലക്ഷം രൂപ വരെ മുടക്കിയാണ് ഓരോ ബസ്സുകളും വാങ്ങിയത്. കോവിഡിനെ തുടർന്ന് വിദ്യാലയങ്ങൾ അടച്ചതോടെ ബസ്സുകളുടെ ഓട്ടവും നിലച്ചു. മാസങ്ങൾക്കുള്ളിൽ തന്നെ ബസ്സുകൾ ഈ അവസ്ഥയിലായി. ബസ് ഒന്നിന് കുറഞ്ഞത് 1 ലക്ഷം രൂപയെങ്കിലും മുടക്കിയാൽ മാത്രമേ ഇത് ഓടിക്കാവുന്ന സ്ഥിതിയിലെത്തുകയുള്ളൂ. 9 ബസ്സുകളുണ്ടായിരുന്ന എറണാകുളം ചാലക്കൽ ദാറുസ്സലാം UP സ്കൂളിലെ 5 ബസ്സുകൾ മാത്രമാണ് അറ്റകുറ്റപ്പണി തീർത്ത് പുറത്തിറക്കിയത്. പണമില്ലാത്തതിനാൽ 4 ബസ്സുകളുടെ പണികൾ ചെയ്തില്ല. കോവിഡിന്റെ സാഹചര്യത്തിൽ 50% സീറ്റിൽ മാത്രമേ കുട്ടികളെ കൊണ്ടുവരാൻ അനുമതിയുള്ളൂ. ഇതോടൊപ്പം ഇന്ധന വില വർധനവും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. അതിനാൽ തൽക്കാലം കുട്ടികളെ കൊണ്ടുവരുന്നതിന് ബസ്സുകൾ അനുവദിക്കാൻ സാധിക്കുന്ന നിലപാടിലാണ് സ്കൂൾ അധികൃതർ. ഇങ്ങനെ കുറഞ്ഞ കുട്ടികളെ വെച്ച് നമുക്കൊരിക്കലും ഇത് സർവീസ് ചെയ്യുക എന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് രക്ഷിതാക്കൾ തന്നെ കൊണ്ടുവന്നാക്കണം. തൽക്കാലം എന്ന നിലക്കാണ് നമ്മൾ അവരുടെ സമ്മതപത്രവും ഒക്കെ വാങ്ങി കുട്ടികളെ വീണ്ടും പ്രവേശനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം സ്കൂൾ മാനേജ്മെന്റുകളുടെ തീരുമാനം ബസ് ജീവനക്കാർക്ക് തിരിച്ചടിയാണ്. യാതൊരുവിധ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. കഴിഞ്ഞ 20 മാസക്കാലമായി തൊഴിലാളികൾ പട്ടിണിയിലാണ്. സ്കൂൾ ബസ്സുകൾ ഇല്ലാതായതോടെ കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നത് രക്ഷിതാക്കൾക്കും വലിയ ബുദ്ധിമുട്ടാകും. സിജോ വിജോൺ, ന്യൂസ് 18 കൊച്ചി. സ്കൂളുകളെ എങ്ങനെ ആധുനിക സൗകര്യങ്ങളോടെ മെച്ചപ്പെടുത്താം? കോട്ടയം മണർക്കാട് CMSLP സ്കൂളാണ് നവീകരണത്തിനായി പുതിയ ആശയം അവതരിപ്പിച്ചിരിക്കുന്നത്. പണമില്ലാതെ വന്നതോടെയാണ് പുതിയ വഴി തേടിയത്.
ചെടികൾ മേടിക്കാൻ വരുന്നവർ പോലെ തന്നെ സ്കൂളിൻ്റെ ഒരു വളർച്ച ആഗ്രഹിക്കുന്നവരും ഇതിനു വേണ്ടി കടന്നു വരുന്നുണ്ട്. വളരെ നല്ല പ്രതികരണമാണ് കിട്ടുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വെറുതെ ഒരാളുടെ നിന്ന് പൈസ മേടിക്കുകയല്ല, മറിച്ച് അവർക്ക് എന്തെങ്കിലും നമ്മളൊന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. തിരിച്ചു കൊടുക്കുന്ന വേറൊന്നുമല്ല, ഞങ്ങളുടെ അധ്വാനവും ഞങ്ങളുടെ ആഗ്രഹങ്ങളുമാണ്. അതുകൊണ്ടൊരു നന്മ ഇതിനുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ് പുതിയ ആശയവുമായി സ്കൂൾ അധികൃതർ രംഗത്ത് വന്നത്. വിവിധ തരത്തിലുള്ള 10,000-ലധികം ചെടികളാണ് ഇവിടെ കച്ചവടത്തിനായി കാത്തിരിക്കുന്നത്. 10 ചെടികൾ അടങ്ങുന്ന ഒരു കിറ്റിന് 500 രൂപയാണ് വില. ഞങ്ങൾ ചെടി മേടിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ വന്ന് ചെടികളൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു. പലതരം വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്. ഈ സ്കൂളിൻ്റെ ഒരു പ്രവർത്തനത്തിനായിട്ട് നമ്മളും അതിനകത്തൊരു പങ്കാളിയാകുന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. ഇതിനകത്ത് വന്ന് സംബന്ധിക്കാൻ നമുക്ക് ഒരു ഭാഗമായി. അതിനകത്ത് ഇവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മളും കടന്നു വരുവാണ്. ചെടികളെല്ലാം കണ്ടു. ആധുനിക ക്ലാസ് മുറികൾ ഉൾപ്പെടെ ഒരുപാട് സ്വപ്നങ്ങൾ സ്കൂൾ അധികൃതർക്കുണ്ട്. സൗകര്യങ്ങൾ കൂടുന്നതോടെ വിദ്യാർത്ഥികളുടെ ദൗർലഭ്യം പരിഹരിക്കാമെന്നും ഈ പഴയ വിദ്യാലയം സ്വപ്നം കാണുന്നു. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. സ്കൂൾ തുറക്കുന്നതോടെ ഇടുക്കി തോപ്രാംകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും കുട്ടികളെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സ്കൂളിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടത്തിവരികയാണ്. കഴിഞ്ഞ 1.5 വർഷമായി വീട്ടിലിരിക്കുന്ന കുട്ടികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ് തോപ്രാംകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്കൂളും പരിസരവും വൃത്തിയാക്കുന്ന തിരക്കിലാണ് അധ്യാപകരും രക്ഷിതാക്കളും. ക്ലാസ് മുറികൾ ശുചീകരിച്ചും സ്കൂൾ അങ്കണത്തിലെ കാടുകൾ വെട്ടിത്തെളിച്ചും നവീകരണ പ്രവർത്തനങ്ങൾ മുന്നേറുകയാണ്. ടെലിവിഷനുകളും മൊബൈൽ ഫോണുകളുമായി വീടിനുള്ളിൽ ഒതുങ്ങിയിരുന്ന കുട്ടികളെ വിശാലമായ സ്കൂൾ അങ്കണത്തിലേക്ക് സ്വീകരിക്കാനുള്ള തിരക്കിട്ട തയ്യാറെടുപ്പിലാണ് തോപ്രാംകുടി സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും. ന്യൂസ് 18, തോപ്രാംകുടി. കോഴിക്കോട് മാത്തറ PK കോളേജിൽ സംഘർഷം. പുറത്തുനിന്നെത്തിയ ആളുകൾ വിദ്യാർത്ഥികളെ ആക്രമിച്ചു. 1ാം വർഷ വിദ്യാർത്ഥിയെ റാഗ് ചെയ്തെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. പരിക്കേറ്റ വിദ്യാർത്ഥികളെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം ശാസ്താംകോട്ടയിൽ 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. അഭയ കേന്ദ്രത്തിന്റെ പേരിൽ പിരിവിനെത്തിയ മൊട്ടിക്കൽ സ്വദേശി അബ്ദുൽ വഹാബാണ് പിടിയിലായത്. വീട്ടിൽ കയറിയ ഇയാൾ ഭക്ഷണം ചോദിച്ച ശേഷം കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട കുട്ടിയെ വീട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു. തുടർന്ന് ബന്ധുക്കളുടെ പരാതി തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. പാലക്കാട് കടമ്പഴിപ്പുറം കണ്ണുകുറിശ്ശിയിലെ വൃദ്ധ ദമ്പതികളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. ഇവരുടെ അയൽവാസി രാജേന്ദ്രനാണ് പ്രതി. സംഭവം നടന്ന് 5ാമത്തെ വർഷമാണ് പ്രതിയെ പിടികൂടുന്നത്. 3 വർഷമായി പ്രതി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പാലക്കാട് തിരുവിഴാംകുന്നിൽ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്ന കാട്ടാനയുടെ ജഡം മാറ്റി സംസ്കരിച്ചു. പുഴയുടെ തീരത്ത് കാട്ടാനയുടെ ജഡം സംസ്കരിച്ചതിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് 4 ദിവസത്തിന് ശേഷം സമീപത്തെ വനത്തിൽ കൊണ്ടുപോയി സംസ്കരിച്ചത്. ഒക്ടോബർ 25-നാണ് തിരുവിഴാംകുന്ന് വെള്ളിയാർ പുഴയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയ കാട്ടാനയുടെ ജഡം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുഴയുടെ തീരത്തിന് 15 മീറ്റർ മാത്രം അകലെ സംസ്കരിക്കുകയായിരുന്നു. ഇതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പുഴയിൽ നിന്നും മതിയായ അകലമില്ലാതെയാണ് ആനയെ സംസ്കരിച്ചതെന്നും കുടിവെള്ളത്തിനുൾപ്പെടെ പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്നതാണെന്നും നാട്ടുകാർ പറഞ്ഞു. കുഴിച്ചിട്ട ജഡം ഇനിയും മലവെള്ളപ്പാച്ചിലുണ്ടായാൽ പുറത്തുവരാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇതോടെയാണ് ജഡം പുറത്തെടുത്ത് വനത്തിൽ കൊണ്ടുപോയി സംസ്കരിച്ചത്. ഇനിയും വൈകിയാൽ അത് അതിലേറെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. അന്ന് തന്നെ 25-ാം തീയതി തന്നെ ഇവിടെ നിന്ന് ആനയെ കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്രമാത്രം സങ്കീർണമാകില്ലായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്ഥലത്ത് വന്നതിൽ ഇത് ഇവിടെ തന്നെ, കാരണം നമുക്കറിയാം ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്. ഇവിടെ തന്നെ ഞങ്ങൾ കത്തിച്ചുകൊള്ളാം എന്ന് പറഞ്ഞെങ്കിലും എപ്പോഴും ജനങ്ങളുടെ സുരക്ഷ നമ്മൾ മാനിക്കേണ്ടത് തന്നെയാണ്. ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് ജനങ്ങൾ, നാട്ടുകാർ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് കാട്ടാനയുടെ ജഡം പുറത്തെടുത്ത് വാഹനത്തിൽ വനത്തിലേക്ക് കൊണ്ടുപോയത്. തിരുവിഴാംകുന്ന് മുളകുവെള്ളം റിസർവ് വനത്തിലാണ് സംസ്കരിച്ചതെന്ന് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ശശികുമാർ പറഞ്ഞു. ശക്തമായ മഴ കാരണമായിരുന്നു
അന്ന് പുഴയുടെ തീരത്തിന് സമീപം സംസ്കരിക്കേണ്ടി വന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പോർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.